പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 23. പ്രധാന വാർത്തകൾ. നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്ന കാൽനടയാത്രക്കാർക്കെതിരെ നടപടിയുമായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം. 10 റിയാൽ പിഴയും കുറ്റം ആവർത്തിച്ചാൽ 3 മാസം വരെ തടവുമാണ് ശിക്ഷ. റോഡ് മുറിച്ചു കടക്കുന്നവർ അപകടം സൃഷ്ടിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ശിക്ഷാ നടപടി സ്വീകരിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നത്. കാറിൽ യാത്രക്കാർ നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നവരുടെ ചിത്രങ്ങൾ പകർത്തി നൽകിയാൽ നടപടി സ്വീകരിക്കും. റോഡ് മുറിച്ചു കടക്കാൻ ഒരുക്കിയ സുരക്ഷിത സംവിധാനങ്ങളിലല്ലാതെ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിക്കുന്നു. പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെത്തുമ്പോൾ വാഹനങ്ങൾ വേഗത കുറയ്ക്കുകയും പ്രത്യേക ശ്രദ്ധയുണ്ടാവുകയും വേണമെന്ന് ഡ്രൈവർമാരോടും റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം അധികൃതർ ആവശ്യപ്പെട്ടു. കരാർ പ്രകാരം സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഫർണിച്ചറിനെതിരെ നടപടി സ്വീകരിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. സുഹാറിലാണ് നടപടിക്ക് ആസ്പദമായ സംഭവം. 1200 റിയാലിന് വിവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഓർഡർ നൽകിയെങ്കിലും കൃത്യസമയത്ത് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സ്ഥാപനം പരാജയപ്പെട്ടതോടെയാണ് ഉപഭോക്താവ് പരാതി നൽകിയത്. അന്വേഷണം നടത്തിയ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കരാർ ലംഘനം കണ്ടെത്തുകയും പ്രാഥമിക കോടതി കട ഉടമയ്ക്കെതിരെ 1 മാസം തടവും 1000 റിയാൽ പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. പാരമ്പര്യത്തിന്റെ പൈതൃകമായി 40ാം വർഷത്തിലേക്ക് കടക്കുന്ന ഇബ്ര ഹോളി ഖുർആൻ മദ്രസ പുതിയ കെട്ടിട ഉദ്ഘാടനവും നബിദിനാഘോഷവും സമൃദ്ധമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. പരിപാടിയുടെ സ്വാഗത സംഘം കമ്മിറ്റി നിലവിൽ വന്നു. ചെയർമാനായി അസീസ് കോളിയാടിനെയും കൺവീനറായി ഷമീർ സഫാലയെയും ട്രഷററായി ജംഷീർ സഫാലയെയും തിരഞ്ഞെടുത്തു. 30-ൽ പരം അംഗങ്ങളുള്ള സ്വാഗത സംഘം കമ്മിറ്റി നിലവിൽ വന്നു. നബിദിന മഹാസമ്മേളനം സെപ്റ്റംബർ 26-ന് ഇബ്രയിൽ നടക്കും. യോഗത്തിന് ഇബ്ര സുന്നി സെന്റർ ജനറൽ സെക്രട്ടറി നൌസീബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ ഹാജി അധ്യക്ഷതയും വഹിച്ചു. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഇനി ഒമാൻ വിനോദസഞ്ചാര മേഖലയെയും പരിചയപ്പെടാം. ന്യൂഡൽഹിയിലെ പ്രധാന ഷോപ്പിംഗ് മാളുകൾ, മുംബൈ നഗരത്തിലെ ടാക്സി കാറുകൾ തുടങ്ങിയവയിലാണ് ഒമാൻ ടൂറിസം പ്രചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ പരിചയപ്പെടുത്തുന്ന ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരിക്കുന്നത്. സുൽത്താനേറ്റിലെ പ്രകൃതി ഭംഗിയെയും പൈതൃകങ്ങളെയും അടയാളപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് ഇവിടങ്ങളിൽ പതിച്ചിട്ടുള്ളത്. നിലവിൽ ലണ്ടൻ, പാരീസ് നഗരങ്ങളിൽ എത്തുന്നവർക്കും ഒമാൻ വിനോദസഞ്ചാര മേഖലയെ പരിചയപ്പെടുത്തുന്നതിന് അവസരമുണ്ട്. ലണ്ടൻ നഗരത്തിലെ പൊതുഗതാഗത ബസ്സുകളിലും മെട്രോ സ്റ്റേഷനുകളിലും കാറുകളിലുമാണ് ഒമാൻ ടൂറിസം പ്രചരണ ചിത്രങ്ങളും എഴുത്തുകളും പതിച്ചിരിക്കുന്നത്. ഫ്രാൻസ് തലസ്ഥാനത്തെ നിരത്തുകളിലെ പൊതുഗതാഗത ബസ്സുകളിലാണ് ഒമാൻ ടൂറിസം പ്രചരണം. ഈഫൽ ടവർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് പ്രചരണം. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രചരണ ക്യാമ്പയിനുകൾ നടത്തിവരുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന ആദ്യ വർക്ക്ഷോപ്പിൽ നിരവധി സ്ഥാപനങ്ങൾ സംബന്ധിച്ചു. കെട്ടിടങ്ങളുടെ പുറം ഭിത്തികൾ, ആർക്കിടെക്ചറൽ ഡിസൈനുകൾ, പുറത്തേക്കുള്ള മറ്റു നിർമ്മിതികൾ തുടങ്ങിയവയ്ക്ക് വെള്ളയോ അതിൻ്റെ ഷെയ്ഡുകളോ ആയ നിറങ്ങൾ ഉപയോഗിക്കണമെന്ന് മസ്കത്ത് നഗരസഭ ആവശ്യപ്പെട്ടു. പുറംഭാഗം ഇളം നിറത്തിലാകുന്നത് താപാകിരണം കുറയ്ക്കാൻ സഹായിക്കുകയും ഇത് ഉള്ളിലെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്യും. പ്രാദേശിക രീതികളുമായി പൊരുത്തപ്പെടുന്നതിനും സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഒരേ വർണ്ണ പാലറ്റുകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് പകരം സമാന നിലകളിലുള്ളതും നിറങ്ങളിലുള്ളതുമായ കെട്ടിടങ്ങളാണ് തലസ്ഥാനത്തിന്റെ പ്രത്യേകതയും വൈവിധ്യവുമായി വിവിധ ട്രാവൽ മാഗസിനുകൾ പരിചയപ്പെടുത്താറുണ്ട്. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ എംബസി അങ്കണത്തിൽ ആരംഭിക്കും. 4 മണിക്ക് അവസാനിക്കും. അംബാസിഡർ അമിത് നാരംഗ് സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും. മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെ 2023 മെയ് 3 മുതൽ റദ്ദാക്കിയ ഗോഫസ്റ്റ് വിമാന കമ്പനി ടിക്കറ്റ് തുക 15 മാസം പിന്നിട്ടിട്ടും തിരിച്ചു നൽകാത്തതും സർവീസ് തുടരാത്തതും ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ദുരിതമായി മാറി. ടിക്കറ്റ് നൽകിയ ട്രാവൽ ഏജൻസികൾക്കെതിരെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും യാത്ര മുടങ്ങിയവർ തയ്യാറായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഗോഫസ്റ്റിന്റെ സർവീസുകൾ റദ്ദാക്കുന്നത്. 1 വർഷം 3 മാസവും പൂർത്തിയായിട്ടും വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ടിക്കറ്റ് തുക തിരിച്ചു നൽകാൻ ഒരു
നീക്കവും ഇതുവരെ നടന്നിട്ടില്ല. താരതമ്യേന ടിക്കറ്റ് നിരക്കിൽ നേരിയ ഇളവുള്ള എയർലൈൻ ആയതിനാൽ നിരവധി യാത്രക്കാർ ട്രാവൽ ഏജൻസികൾ വഴിയും ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുത്തിരുന്നു. ട്രാവൽസ് വഴി എടുത്തവർ ടിക്കറ്റ് തുക മടക്കി കിട്ടാൻ ശ്രമം തുടരുന്നുവെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തവർ പണം ആരോട് ചോദിക്കുമെന്ന നിലയിലാണ്. സുഹാറിലെ നെക്സസ് ട്രാവൽസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത സഹമിലെ സനലിനും 300 റിയാലാണ് തിരികെ കിട്ടാതെ കിടക്കുന്നത്. ഇതേ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ബർക്കയിൽ ജോലി ചെയ്യുന്ന സമദിന് കിട്ടാനുള്ളത് 180 റിയാലാണ്. യാത്ര മുടങ്ങിയ സമയത്ത് കുടുംബവുമായി മറ്റു വിമാന സർവീസിൽ യാത്ര ചെയ്തവരാണ് പലരും. ഗോ ഫസ്റ്റ് ടിക്കറ്റ് നിരക്ക് കൂടാതെ അധികം വന്ന തുക നൽകിയാണ് ട്രാവൽ ഏജന്റുമാർ ടിക്കറ്റ് നൽകിയത്. വിമാന കമ്പനി റദ്ദ് ചെയ്ത് ടിക്കറ്റിന്റെ തുക തിരിച്ചു നൽകുമെന്ന വിശ്വാസത്തിലാണ് ഏജന്റുമാർ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇവരും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. അസോസിയേഷൻ ഹാളിലാണ് ഗ്രാൻഡ് ഫിനാലെ വേദി ഒരുക്കിയിരിക്കുന്നത്. സുഹൈദ് കുക്കു മുഖ്യാതിഥിയായിരിക്കും. ഒമാനിൽ ആദ്യമായി മൈം മത്സരം കൂടി ഡാൻസ് ഉത്സവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നവചേതന ഡാൻസ് ഉത്സവിൽ പങ്കെടുക്കുമെന്ന് കോർഡിനേറ്റർമാരായ രാജേഷ്, വരദ പ്രവീൺ എന്നിവർ പറഞ്ഞു. ഒമാനിലെ ഡാൻസ് കലാകാരന്മാർക്കും കലാകാരികൾക്കുമായാണ് ഡാൻസ് ഉത്സവ് നടത്തുന്നതെന്ന് നവചേതന പ്രസിഡന്റ് സൗമ്യ ഹുബൈസും സെക്രട്ടറി അനീഷ് ഏറാടത്തും അറിയിച്ചു. ഡാൻസ് ഉത്സവ് ജൂനിയർ, സീനിയർ, ഓപ്പൺ കാറ്റഗറികളിൽ സോളോയും ഗ്രൂപ്പ് മത്സരങ്ങളും ഉണ്ടായിരിക്കും. ഗ്രാൻഡ് ഫിനാലെ പരിപാടിയുടെ മുന്നോടിയായി സുഹാറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹാളിൽ ഓഡീഷൻ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. 120ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഓഡീഷനിൽ നിന്ന് കഴിവ് തെളിയിച്ചവർ മെഗാ ഫിനാലെയിൽ മാറ്റുരയ്ക്കും. സാമൂഹിക, സാംസ്കാരിക, കലാമേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. പ്രവേശനം സൗജന്യമായിരിക്കും. ആമിറാത്ത് KMCCയും ഇസ്ലാമിക് ദഅവാ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനം സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ ആമിറാത്ത് ആസ്റ്റർ മിംസിന് സമീപം അൽ ഷമീഖത്ത് ഹാളിൽ വെച്ച് നടക്കും. സിംസാറുൽ ഹഖ് ഹുദവി പങ്കെടുക്കും. മദീന പാഷൻ 2024 വിജയത്തിനായി മുഹമ്മദ് ബയാനി അൽ ഹിഷാമി ചെയർമാനായും നൗഫൽ ചിറ്റാരിപ്പറമ്പ് ജനറൽ കൺവീനറായും യാസർ നാദാപുരം ട്രഷററായും 51 അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇബ്ര യൂണിറ്റ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശികൾ അറസ്റ്റിലായി. ട്രക്കിൽ ഒളിച്ചു കടക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത്. 35 പേർ അറസ്റ്റിലായതായും ഇവർ ആഫ്രിക്കൻ രാജ്യക്കാരാണെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നതും നുഴഞ്ഞുകയറിയവർക്ക് തൊഴിൽ, താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതും കുറ്റകരമാണെന്നും അധികൃതർ ഉണർത്തി. പണം നൽകുന്നതായി നടിച്ച് ബാക്കി തുക ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏറ്റവും പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തത്. നിരവധി കടകളിൽ നിന്നും സമാന തട്ടിപ്പ് നടത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ അറബ് രാജ്യക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറേറ്റിലെ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉയർന്ന മൂല്യമുള്ള നോട്ട് നൽകുന്നതായി നടിക്കുകയും ബാക്കി തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർ പ്രയോഗിച്ച രീതിയെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഇവർ പണം നൽകുന്ന പോലെ നടിക്കുക മാത്രമാണ് ചെയ്തതെന്നും പണം നൽകിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ കടകളിലെ വ്യാപാരി വിവരം പോലീസിൽ അറിയിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. സമാന തട്ടിപ്പ് കഴിഞ്ഞ ദിവസം വടക്കൻ പാത്തിന ഗവർണറേറ്റിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. സുഹാറിലെ കഫേയിൽ ജോലിക്കാരനിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉയർന്ന മൂല്യമുള്ള നോട്ട് നൽകുന്നതായി നടിക്കുകയും ബാക്കി തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇയാൾ ചെയ്തിരുന്നത്. എന്നാൽ ഇയാൾ പണം നൽകുന്ന പോലെ നടിക്കുക മാത്രമാണ് ചെയ്തതെന്നും പണം നൽകിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ കഫേയിലെ ജീവനക്കാരൻ വിവരം പോലീസിൽ അറിയിച്ചു. ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ പുതിയ രീതികൾ അവതരിപ്പിക്കുകയാണ് ഇത്തരം തട്ടിപ്പു സംഘങ്ങൾ. സമാന രൂപത്തിലടക്കമുള്ള തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. പഴയ പണം നൽകി ചില്ലറ ആവശ്യപ്പെട്ട് വ്യാപാരിയുടെ പണവും കൈക്കലാക്കുന്ന സംഘത്തെയും നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.